ഇപ്പോൾ ഫാർ റൈറ്റ് ടോമി റോബ് അത് ജയിലിൽ കിടക്കുന്ന ഒരാൾ, കോർട്ട് അവിടുത്തെ ഹൈക്കോർട്ട് മുഖാന്തരമാണ് പുള്ളി അകത്ത് കിടക്കുന്നത്. അതായത് കോർട്ട്, കണ്ടംപ്റ്റ് ഓഫ് കോർട്ടും പല, കാരണം ഇയാളോട് പല വാർണിംഗ് കോർട്ട് കൊടുത്തിട്ട് ഇയാൾ പുല്ല് വരെയാണ് കൊടുത്തത്. അത് ടോമി റോബിൻസിൻ്റെ പല പ്രഭാഷണം നിങ്ങൾ കേൾക്കണം. നേരത്തെ കമൻറ്റേറ്റർ കൂടിയാണ്. ഫാർ റൈറ്റ് ഒരു ഹാർഡ് കോറാണ് ഇയാൾ. അയാൾ ഒരു കാരണവശാലും ഈ പറയുന്ന ഇസ്ലാം വിശ്വാസികൾ, റാഡിക്കൽസിനെ മാത്രമല്ല, ഇസ്ലാം വിശ്വാസികൾ പോലും ബ്രിട്ടനിൽ താമസിക്കരുത് എന്ന് ഡിമാൻഡ് ചെയ്യുന്നയാളാണ്. ബ്രിട്ടൻ പൂർണ്ണമായിട്ട് ഇവരെ വിട്ടുമാറണം. ഇവിടെയുള്ള ടർക്കിഷ് ആണെങ്കിലും പാകിസ്ഥാനീസ് ആണെങ്കിലും മുസ്ലിം കമ്മ്യൂണിറ്റി ആണെങ്കിലും അവർക്കെതിരെ അതിരൂക്ഷമായിട്ടാണ് ടോമി റോബിൻസൺ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. അതിരൂക്ഷമായ ഭാഷയിൽ ചില പ്രസംഗങ്ങളൊക്കെ ഞാൻ ചില ടെക്സ്റ്റുകൾ വായിച്ചു. അതിനകത്ത് ഒരളവും അയാൾ കൊടുക്കാൻ പറയുന്നില്ല. ഇപ്പോൾ ടോമി റോബിൻസൻ്റെ പോപ്പുലാരിറ്റി എന്ന് പറയുന്നത് 10 മടങ്ങ് കൂടി. കാരണം എലോൺ മസ്ക് എന്ന് പറഞ്ഞാൽ നിഗൽ ഫരാഗ് അയാളെ മാറ്റിയിട്ട് ടോമി റോബിൻസിനെ സ്റ്റാറാക്കാൻ ശ്രമിക്കുന്നു.